ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ജ്യൂസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, കഴിക്കാനും കുടിക്കാനും ഒരുപോലെ പറ്റിയൊരു സംഭവമാണ്. വളരെ ഹെൽത്തിയുമാണ്. ഇത് ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും ദാഹവും മാറും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു സ്പൂൺ കസകസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി മൂടി വെച്ചേക്കാം. ഇനി ബാക്കിയുള്ളത് ചെയ്യാം. മിക്സിയുടെ ഒരു ജാർ എടുത്ത് കുറച്ച് ക്യാരറ്റ് ഞാൻ തൊലി കളഞ്ഞ് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു 2 ക്യാരറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യമായ മധുരം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1-2 സാധനം കൂടി ചേർക്കാനുണ്ട്. അതിനും കൂടി ആവശ്യമായ മധുരം ചേർത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാല് കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് അരച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു കഷ്ണം തണ്ണിമത്തൻ ബത്തക്ക എടുത്ത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, തീരെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പറ്റുമെങ്കിൽ ഇതിൻ്റെ കുരു കളയാൻ ശ്രമിക്കാം. ബത്തക്ക അരിഞ്ഞു ചേർത്തതിന് ശേഷം ഒരു 4 ചെറിയ ഞാലിപ്പൂവൻ പഴം എടുത്ത് അത് കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഴം കൂടി ഇതിലേക്ക് അരിഞ്ഞു ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കസകസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം. തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഇത് നല്ലതുപോലെ തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡ്രിങ്കാണിത്. നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.